ആരംഭിച്ച സത്യശീലൻസ് കോളേജ് ഓഫ് ലവ് എന്ന സ്ഥാപനം സദാചാര പോലീസ് തല്ലി തകർത്തു. സ്ഥാപനത്തിന്റെ MD ശ്രീ സത്യശീലൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഹലോ ശ്രീ സത്യശീലൻ, വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? പെങ്ങളെ, ഞാൻ ഗൾഫ് നാടുകളിൽ പോയി ചോര വേർപ്പാക്കി ഉണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സ്ഥാപനമാണ് ഇവിടെ തല്ലി തകർത്തത്. സ്നേഹരഹിതമായ ഈ നാട്ടിൽ സ്നേഹം പഠിപ്പിക്കാൻ ഒരു കോളേജ് ഉണ്ടാക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? സദാചാര പോലീസ് എന്ന പേരിൽ അഴിഞ്ഞാടിയ സാമൂഹ്യ ദ്രോഹികളാണ് അത് നശിപ്പിച്ചത്. ഞാനിനി എന്ത് ചെയ്യും പെങ്ങളെ? ഹലോ ശ്രീ സത്യശീലൻ, ദയവായി നിങ്ങൾ കരയാതിരിക്കൂ. സ്നേഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു കലാലയം തന്നെ തുടങ്ങിയ ഒരു പ്രവാസി മലയാളിയുടെ കണ്ണുനീരിൽ നനയുകയാണ് ഇന്ന് നമ്മുടെ കേരളം. സത്യത്തിൽ ഒന്ന് ചുംബിച്ചാൽ, ഒന്ന് ആലിംഗനം ചെയ്താൽ അഴിഞ്ഞു വീഴുന്നതാണോ മലയാളിയുടെ സദാചാരം? സ്നേഹം പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു കലാലയം തുടങ്ങേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടായി? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഒത്തുചേരുന്നത് ശ്രീ കോയക്കുട്ടി സാഹിബ്, ശ്രീ മന്മഥൻ, ശ്രീ സുഗതൻ ചക്കാളത്തിൽ. ശ്രീ കോയക്കുട്ടി സാഹിബ്, വാസ്തവത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? ചുംബനം പഠിപ്പിക്കേണ്ടതുണ്ടോ? സ്നേഹം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണോ? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് 4 മക്കൾ ഉണ്ടാവുന്നവരെ എൻ്റെ ഭാര്യനെ ഞാൻ ശരിക്കൊന്നും കണ്ടിട്ടും കൂടിയില്ല. പിന്നല്ലേ കിസ് കൊടുക്കണ കാര്യം. അപ്പം അതവിടെ നിൽക്കട്ടെ, അതല്ല അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുമ്പും ഈ വക കാര്യങ്ങളിട്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ പഴയ കാലത്ത് നസീറും സീലൊക്കെ അഭിനയിച്ചിരുന്നു ചുംബനങ്ങൾ കൊടുക്കുന്നത് കണ്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സെൻസർ ബോർഡുകാർ കത്രികയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ ഒരു രീതി നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇപ്പോൾ? അത് അംഗീകരിക്കാൻ പറ്റില്ല. ശ്രീ കോയ, താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ താങ്കളുടെ ഭാര്യയെ നന്നായി ഒന്ന് കിസ് ചെയ്തിട്ടില്ലെന്ന്, പഴയ സിനിമകളിൽ കണ്ടിട്ടുമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ സ്നേഹവും ചുംബനവും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പുതിയൊരു കലാലയം തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ്? അത് നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യനെ ചുംബിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇക്ക് ഈ പണി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? നമുക്ക് ഈ പണി അറിയാണ്ടല്ല, അത് ശരിയല്ല. നിങ്ങൾ ഈ വരികൾക്കിടയിൽ വായിക്കണം. ശ്രീ മന്മഥൻ, കോളേജ് ഓഫ് ലവ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ തളിരിലകളൊക്കെ വെട്ടിയെറിയുന്നതാണോ നമ്മളുടെ സംസ്കാരം? സ്നേഹത്തിന്റെ തളിരിലകളൊക്കെ വെട്ടിയെറിയുന്നതാണോ നമ്മളുടെ സംസ്കാരം? അതായത് നമ്മളെ മലയാളികൾ പണത്തിന് ഏറ്റവും അധികം ആർത്തിയുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി എന്ത് വൃത്തികേട് കാണിക്കാനും നമുക്ക് മടിയില്ല. അതുകൊണ്ടാണല്ലോ സത്യശീലൻ എന്ന വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? കിസ്സാണോ അതോ സെക്സാണോ? അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ തല്ലി പൊളിക്കണം. അത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണത്. അതൊരു ഫാസിസ്റ്റ് മനോഭാവമല്ലേ ശ്രീ മന്മഥൻ? അങ്ങനെയാണെങ്കിൽ തെരുവ് നായ്ക്കളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ചാനലുകാർക്ക് ഇതൊക്കെ റേറ്റിംഗ് കൂടാൻ സഹായിക്കും, പക്ഷേ അതിനെ അനുകൂലിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. ശ്രീ സുഗതൻ ചക്കാളത്തിൽ, താങ്കൾ എന്ത് പറയുന്നു? സ്നേഹം ദൈവമാണ്. ഈ കോളേജ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരു ആത്മീയ വിദ്യാലയമാണ്. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ പോലെയാണ് ആ സ്ഥാപനത്തിലെ അധ്യാപകർ. ഇതൊന്നും മനസ്സിലാക്കാതെ പലരും കയറിയിട്ട് അങ്ങോട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചെയ്യാത്തവരാണോ ഇതിനെതിരെ പ്രതികരിക്കുന്നത്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ കല്ലെറിയും. ശരി, നമുക്ക് തിരിച്ചു വരാം. ഇതെന്താ നിങ്ങൾ മന്മഥൻ എന്ന് പറഞ്ഞ ആൾക്ക് പൈസ ഒന്നും കൊടുത്തില്ലേ? പിന്നെ കൊടുത്തില്ലേ? മറ്റോമാർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ അവനാ കൊടുത്തത്. അയാള് പറയുന്നു മൊത്തം എതിരാണല്ലോ. എടി, അതല്ലേ ടാറ്റിക്സ്. എടി, എല്ലാവരും നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ ഇത് നമ്മൾ സ്പോൺസർ ചെയ്ത പരിപാടിയാണെന്നല്ലേ ആളുകൾ കരുതൂ. അതുകൊണ്ട് ഞാൻ അവനോട് എതിർക്കാൻ പറഞ്ഞു. 10 ലക്ഷം വാരി എറിഞ്ഞാൽ കിട്ടാത്ത പരസ്യമല്ലേ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത്. എല്ലാ ചാനലുകളിലും കോളേജ് ഓഫ് ലവ് എന്നല്ലേ പറയുന്നത്.